ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രം ഭഭബായുടെ റിലീസിനു മുമ്പേ പടത്തിനെതിരെ രംഗത്ത് വന്നയാളാണ് ഭാഗ്യലക്ഷ്മി. എന്നാൽ തിയേറ്ററിൽ പടം ഹിറ്റടിച്ചുകൊണ്ട് മറുപടി നൽകാമെന്നായിരുന്നു ദിലീപിന്റെ പ്രതീക്ഷ. റിലീസ് ദിവസം 6.75 കോടി രൂപ കളക്ഷൻ നേടിയെങ്കിലും ആദ്യ ദിനത്തെ തള്ളലിൽ തന്നെ പടം വീണു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ വീണ്ടും ആഞ്ഞടിച്ച് രംഗത്തെത്തുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. PR വർക്കും ഫാൻസും ഉണ്ടായിട്ടും ദിലീപിന്റെ സിനിമകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ എന്ന ചോദ്യമാണ് ഭാഗ്യലക്ഷ്മി ഉയർത്തുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി വന്നതിനു പിന്നാലെ യാതൊരു ധാർമ്മിക ഉത്തരവാദിത്തവും കാണിക്കാതെ സൂപ്പർ താരങ്ങൾ സിനിമയുടെ പോസ്റ്റർ ആഘോഷപൂർവ്വം പങ്കുവച്ചതിനെതിരെയാണ് ആദ്യം ഭാഗ്യലക്ഷ്മി വിമർശനമുന്നയിച്ചത്. ഭഭബ കണ്ടിറങ്ങുന്നവർ പ്രകടിപ്പിച്ച മോശം അഭിപ്രായങ്ങളും പടത്തെ സാരമായി ബാധിച്ചു. മോഹൻലാലിനെ ഇറക്കിയിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന വിലയിരുത്തലുകളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും കണ്ടതോടെയാണ് വീണ്ടും ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയത്. എത്ര പണമിറക്കിയിട്ടും ഏട്ടന്റെ പടങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയെയും അതിജീവിതയെയും പിന്തുണയ്ക്കുന്നവർ ദിലീപ് ചിത്രം കാണരുതെന്ന വാദമുയർത്തിയിരുന്നു. എന്നാൽ ഭാഗ്യലക്ഷ്മി അതിനെ പിന്തുണച്ചിരുന്നില്ല. നിരവധി പേരുടെ അന്നമാണ് ഓരോ സിനിമയുമെന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ പടം തിയേറ്ററിൽ വീഴുന്നതിന്റെ ലക്ഷണം കണ്ടതോടെ ഉള്ളിലുള്ള സന്തോഷവും പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. ദിലീപ് ചിത്രത്തിന് ആളില്ലാതെ വന്നതും PR വർക്ക് വർക്കായില്ലെന്നുമാണ് ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടുന്നത്. ഫെമിനിസ്റ്റുകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ദിലീപ് ചിത്രത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. എന്നാൽ ഏച്ചുകെട്ടി ഉണ്ടാക്കിയ കഥയും അവതരണവുമൊക്കെയാണ് ഭഭബാക്ക് ഥൂ എന്ന ആട്ട് കിട്ടാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന പ്രേക്ഷക പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.